ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. അതിനു മുന്നേ ഒരു സെൽഫ് ഇൻട്രോ ആയല്ലോ. ഓക്കെ, എന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഗോപിക, കണ്ണൂരാണ് നാട്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. ബട്ട് ഞാൻ ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല, മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ശ്രീജേഷ്, ആള് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കർണാടക സ്റ്റേറ്റിലെ ബെലഗാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരാഴ്ച ആയതേ ഉള്ളൂ. അതിൽ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മാരേജ് കഴിഞ്ഞു. ആ മാരേജ് കഴിഞ്ഞതിൻ്റെ ട്രീറ്റും പിന്നെ ഒരു ബർത്ത്ഡേയുടെ സെലിബ്രേഷനും കൂടിയിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡിയാവാൻ പോകാൻ ഏട്ടൻ ഇപ്പോൾ വരും. 10 മിനിറ്റിനുള്ളിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി നടക്കുന്നത് ഹോട്ടൽ ഗാർഡൻ കോർട്ടിൽ വെച്ചിട്ടാണ്. അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഗാർഡൻ കോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ഔട്ട് സൈഡിലാണുള്ളത്. എല്ലാവരും ഒന്നും എത്തിയില്ല, നമ്മൾ കുറച്ച് പേര് മാത്രമേ എത്തിയുള്ളൂ. ബാക്കിയുള്ളവർ കേക്ക് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നവരെ നമ്മളിങ്ങനെ കട്ട പോസ്റ്റായി പുറത്ത് നിൽക്കണം. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് മെയിൻ പ്രോപ്പർട്ടി ആയിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ ഫുൾ ഓഫ് ലൈറ്റ്സ് ആണ്. ഇവിടെ നോക്കിയാലും ലൈറ്റ്സും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അടിപൊളി വൈബായിരിക്കും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ വാൾസിലൊക്കെ പെയിൻറ്റിങ്സ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഈ കാണുന്നത് ഔട്ട് സൈഡുള്ള സിറ്റിംഗ് ഏരിയ ആണ്. നമുക്ക് തണുത്ത കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റും. സത്യത്തിൽ നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. എനിക്ക് പറയാനുള്ളത്, കർണാടക ബെലഗാം എന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഹോട്ടൽസിലൊന്നാണ് നമ്മുടെ ഗാർഡൻ കോർട്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ എന്തെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ ആനിവേഴ്സറി സെലിബ്രേഷനോ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഗാർഡൻ കോർട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവരെത്തിക്കഴിഞ്ഞു. അവർ കേക്കൊക്കെ മേടിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ടേക്ക് പോവാം. ആദ്യം തന്നെ കേക്ക് കട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അടിയൊക്കെ അതിന് ശേഷം നടത്താമെന്ന് വിചാരിച്ചു. ഇതേ കണ്ടില്ലേ, ലൈറ്റ്സ്, മരത്തിന് ചുറ്റും ലൈറ്റ്സൊക്കെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അതിന് താഴെ ഇരുന്നിട്ടാണ് ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ അകത്തേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ ഒരു ഫാമിലി അവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ അവരുടെ കേക്ക് മുറിയും കണ്ട് ഇങ്ങനെ മരം പോലെ നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കണം ആ വെയിറ്റർ നമ്മളോട് ആ ടേബിളിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. ഇതേ ആദ്യക്കുട്ടി കേക്ക് മുറിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുവാണ്. കേക്ക് മുറിക്കാൻ മോനെ, കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവനെ സമാധാനിപ്പിച്ച് നമ്മൾ അവിടെ ഇരുത്തി. അവർ ഹായ് പറഞ്ഞേ. ഹായ്. ഇതാണ് ബർത്ത്ഡേ ഗേൾ കേക്ക് മുറിക്കാനായിട്ട് റെഡിയായി നിൽപ്പുണ്ട്. ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നത്. അതാണ് അപ്പുക്കുട്ടൻ, വിജ്നയുടെ മൂത്ത മോനാണ്. നേരത്തെ കണ്ട ആദ്യക്കുട്ടൻ രണ്ടാമത്തവനാണ്. പിന്നെ സൈഡിൽ ബ്രൗൺ ഷർട്ട് ഇട്ട് നിൽക്കുന്നത് വിജ്നയുടെ ഹസ്ബൻഡുമാണ്. പേര് അനീഷ്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആദ്യവും അപ്പവും കൂടെ സ്റ്റേജിൽ നിന്ന് കളിയും ചിരിയൊക്കെയായി. ഈ സ്പൂണ് കാണിച്ച കുട്ടിയെ വശീകരിക്കുന്ന വ്യക്തി ആരെന്ന് മനസ്സിലായി. ഇതാണ് ശരത്തിൻ്റെയാണ് മാരേജ് കഴിഞ്ഞതിൻ്റെ പാർട്ടിന്ന് നടക്കുന്നത്. ഇത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ക്രിക്കറ്റ് കാണാനുള്ള സ്ക്രീനൊക്കെ ഉണ്ട്. ഫസ്റ്റ് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തത് സൂപ്പാണ്. പിള്ളേർക്ക് ഒരു റിസ്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു തരം സൂപ്പാണിത്. ഇതാണ് അപ്പൂസ് സൂപ്പ് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. സൂപ്പ് കഴിക്കാനുള്ള ആ ഒരു സന്തോഷത്തിൽ ചൂടുള്ള സൂപ്പ് കഴിച്ച് നാക്ക് പൊള്ളി. അതിൻ്റെ ഇടയിൽ ശരത്തിൻ്റെ വൈഫിനെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് വരുണേട്ടൻ. ഈ യെല്ലോ ടീഷർട്ട് ഇട്ടതാണ് അജിത്തേട്ടൻ.
പിന്നെ ഇത് അപ്പുറത്തൊരു ഗ്രീൻ ഷർട്ട് ഇട്ടിരിക്കുന്നത് രഞ്ജിത്തേട്ടൻ. പിന്നെ അത് റെഡ് ഷർട്ട് ഇട്ട് അവിടെ ഇരിക്കുന്ന ആളാണ് ശ്രീജേഷേട്ടൻ. അത് വഗീറിൻ്റെ ഹസ്ബൻഡായിട്ട് വരും. പിന്നെ മറ്റേ ആളാണ് അനീഷ്. ഇത് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ ഓരോരുത്തർക്ക് കേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു. കേക്ക് കഴിച്ചതിന് ശേഷം ഒരു ചിക്കൻ സൂപ്പായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചിക്കൻ സൂപ്പ്. അതിൻ്റെ കൂടെ ഒരു മൊജിറ്റോയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വന്നു. നമ്മുടെ സൈഡ് സ്ക്രീനിൽ നമുക്ക് ക്രിക്കറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ വോൾസിൽ മൊത്തം പെയിൻറ്റിങ് ആണെന്ന്. കണ്ടില്ലേ, നല്ല നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളുമാണ് ഇവിടെ വോൾസിലൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട്. പിന്നീട് ഒരു പ്ലേറ്റിൽ വെജിറ്റബിൾ ഗാർണിഷ് ചെയ്തത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിരുന്നു. പിന്നീട് ഒരു പ്ലേറ്റ് ക്രിസ്പി കോൺ കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്പി കോൺ പൊതുവേ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ ടേബിളൊക്കെ ഫുൾ ആൾക്കാരായി. ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ഫുൾ ആൾക്കാരായിട്ട് നിറയും ഇവിടെ. പിന്നീട് ഒരു പ്ലേറ്റ് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ കൂടെ വന്നേ. അത് മയോണൈസും കൂടെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. പിന്നീട് നമ്മുടെ ചിക്കൻ ലോലിപോപ്പും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടൊരു പനീർ കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു സാധനം, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഗുഡാണ്. ബട്ട് എനിക്ക് ഈ സാധനം അത്ര ഇഷ്ടമായില്ല. ക്രിസ്പി ഫ്രൈഡ് ചിക്കനും ലോലിപോപ്പും ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യക്കുട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ലോലിപോപ്പാണ്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത്. അപ്പൂസിന് വാൾ പെയിൻറ്റിങ്സ് ഒരുപാട് ഇഷ്ടമായി. അവൻ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ഡൈനോസറിൻ്റെ പോലുള്ള ഒരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, അതൊരുപാട് ഇഷ്ടമായി. പിന്നീട് ഒരു മഷ്റൂം ഡിഷും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പിന്നെ ഈ ചേട്ടനാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് തന്നിരുന്നത്. ഫുഡ് കഴിപ്പിൻ്റെ ഇടയിൽ ഓരോരുത്തർ കോമഡിയൊക്കെ പറഞ്ഞ് നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. പിന്നീടൊരു മഷ്റൂം സൂപ്പാണെന്ന് തോന്നുന്നു, എനിക്കത്ര ഇഷ്ടമായില്ല, മോശമില്ല എന്ന് പറയാം. പിന്നെ ഒരു വെജിറ്റബിൾ സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അത് അടിപൊളിയാണ്. ബട്ട് ഇതൊന്നും മര്യാദയ്ക്ക് കുടിക്കാൻ കഴിയില്ല, കാരണം ഇതൊക്കെ കഴിച്ചേ പിന്നെ വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളൊന്ന് എഴുന്നേറ്റ് പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ സമയം വൈകുന്നതിനനുസരിച്ച് ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടി വരും. ഞാൻ പറഞ്ഞില്ലേ, കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഫുള്ളായിരിക്കുകയാണ്. പിന്നീട് എനിക്കിവിടെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവിടെയുള്ള അക്വേറിയമാണ്. അതിനകത്ത് ഒരുപാട് കളർഫുള്ളായിട്ടുള്ള മീനുകളുണ്ട്.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളാമെന്ന് കരുതി പുറത്തേക്കൊന്ന് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങൾ ഒരാളെ പരിചയപ്പെട്ടത്. ഒരുപാട് തവണ ഇവിടെ വന്നെങ്കിലും ഇയാളെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. സത്യം പറയാലോ, എനിക്ക് ഡോഗ്സിനെ ഭയങ്കര പേടിയാണ്. ഡോഗ്സിനൊക്കെ ദൂരെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടി രക്ഷപ്പെടും. പിന്നെ ഈ അടുത്തുനിന്നുള്ള വീഡിയോ എടുത്തതൊന്നും ഞാനല്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. അതിൻ്റെ അടുത്തേക്കൊന്നും ഞാൻ പോകാറേ ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഏട്ടന് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയായിട്ട് ഞാൻ ഒരുവിധത്തിൽ പിടിച്ച് വലിച്ച് നിർത്തിച്ചതാണിത്. അങ്ങനെ അപ്പു ആദ്യം കൂടെ പല പോസ്റ്റിൽ ഇങ്ങനെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് ഗാർഡൻ കോട്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു വൈബാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടിയോ എന്തൊരു സെലിബ്രേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഇവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ഇത്തവണ ആൾക്കാരുടെ എണ്ണമൊക്കെ കുറവാണ്. ആൾക്കാർ മീൻസ് നമുക്കിടയിലുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ കുറവാണ്. കുറച്ച് ആൾക്കാർ പോസ്റ്റിങ് പോയി, കുറച്ച് ആൾക്കാർ ലീവിനൊക്കെ പോയിട്ട് ആൾക്കാരുടെ എണ്ണമൊക്കെ കുറവാണ്. നമ്മൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആദിക്കുട്ടനും അപ്പുക്കുട്ടനും റിയലി എൻജോയ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നുകൂടെ പറയാനുള്ളത്, നിങ്ങൾ ബെൽഗാം ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഹോട്ടലാണ് ഗാർഡൻ കോട്ട്. ഓക്കെ, നിങ്ങളെന്തായാലും വിസിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.